അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 7 ശനിയാഴ്ച. വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്നും എല്ലാവരും ദൈവത്തിലേക്ക് സഞ്ചരിക്കുന്ന തീർത്ഥാടകരാണെന്നും മതത്തെ മുൻനിർത്തി സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കരുതെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ. ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലുള്ള ഇസ്തിഖലൽ മോസ്കിനെയും സെയിന്റ് മേരി ഓഫ് അസംഷൻ കത്തീഡ്രലിനെയും ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ തുരങ്കമായ സൌഹൃദത്തിന്റെ തുരങ്കം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ. ഓണം പ്രമാണിച്ച് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും അഡ്വാൻസായി 20,000 രൂപയും പാർട്ട് ടൈം കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് 6,000 രൂപയും അനുവദിക്കും. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4,000 രൂപ ബോണസും ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ഭത്തയായി 2,750 രൂപയും നൽകുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. നിലമ്പൂർ MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതരമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിലയിരുത്തലെന്ന് റിപ്പോർട്ടുകൾ. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം അംഗങ്ങളും ഈ നിലപാട് ഉന്നയിച്ചുവെന്നും പരാതി പാർട്ടി അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം PV അൻവർ പരാതി ആദ്യം പാർട്ടിയിൽ പറയാതെ പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ലെന്നും ചില അംഗങ്ങൾ കുറ്റപ്പെടുത്തി. PV അൻവർ MLAയുടെ പരാതി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ചുവെന്ന് MV ഗോവിന്ദൻ. പരാതിയിൽ പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തുവെന്നും PV അൻവറിന്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നും അത് ഭരണതലത്തിൽ പരിശോധിക്കേണ്ടതാണെന്ന അഭിപ്രായമാണ് പാർട്ടിക്കുള്ളതെന്നും പാർട്ടി തലത്തിൽ പരിശോധനയില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ പരാതി നൽകിയിട്ടില്ലെന്നും എഴുതി നൽകിയിട്ടുള്ള പരാതികളിലൊന്നും P ശശിയെ സംബന്ധിച്ച കാര്യങ്ങളില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയാൽ അദ്ദേഹം അത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈമാറുമെന്നും പിന്നീട് ആ പരാതിയിൽ ഒരു ചുക്കും നടക്കില്ലെന്നും PV അൻവർ MLA. പാർട്ടി പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ഒരുപാട് അനുഭവമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയ പരാതിയിൽ P ശശിയുടെ പേര് പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ ഇനി P ശശിക്കെതിരെ വീണ്ടും ഇരുവർക്കും പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ADGP MR അജിത് കുമാറിനും പത്തനംതിട്ട മുൻ SP സുജിത് ദാസിനും സ്വർണ്ണ കള്ളക്കടത്തിലും കൊലപാതക കേസിലും പങ്കുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് PV അൻവർ MLA. MR അജിത് കുമാർ അടക്കമുള്ളവർ പീഡിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഒരുപാട് പേർ വിളിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് വാട്സാപ്പ് പോയിന്റ് തുടങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ SP സുജിത് ദാസിനും CI വിനോദിനും DYSP ബെന്നിക്കുമെതിരെയുള്ള പരാതി മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയതായി പൊന്നാനിയിലെ വീട്ടമ്മ. ഇമെയിൽ വഴിയാണ് പരാതി നൽകിയതെന്നും പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇന്ന് പരാതി നൽകുമെന്നും വീട്ടമ്മ വ്യക്തമാക്കി. മലപ്പുറം SP ആയിരിക്കെ സുജിത് ദാസും CI വിനോദും ബലാത്സംഗം ചെയ്തെന്നും DYSP ബെന്നി അപമര്യാദയായി പെരുമാറിയെന്നുമാണ് പരാതി. എന്നാൽ ആരോപണങ്ങൾ ഉദ്യോഗസ്ഥർ നിഷേധിച്ചു. മലപ്പുറത്ത് പരാതിക്കാരിയെ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ അസ്വാഭാവികതയെന്നും ഇത്തരം വാർത്തകൾ നൽകും മുൻപ് പ്രാഥമിക അന്വേഷണം നടത്തുന്ന രീതി ഉണ്ടാകണമെന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. കുറ്റാരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് എല്ലാ പിന്തുണയും തങ്ങൾ നൽകുമെന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ടെലിവിഷൻ വാർത്താ ചാനലുകളിൽ നടക്കുന്ന ചർച്ചകളിലേക്ക് പ്രതിനിധികളെ അയക്കേണ്ടതുണ്ടോ എന്ന കാര്യം പാർട്ടി ഗൌരവപൂർവ്വം ചർച്ച ചെയ്യുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവർ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ചാനൽ ചർച്ചകളിലേക്ക് CPM പ്രതിനിധികളെ അയക്കാത്തത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു MV ഗോവിന്ദൻ. നിയമസഭാ കയ്യാങ്കളി കയ്യബദ്ധമെന്ന KT ജലീലിന്റെ പരാമർശം ജലീലിന്റെ അഭിപ്രായം മാത്രമാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. പരാമർശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ശിവൻകുട്ടി കോടതിയിലിരിക്കുന്ന കേസിന്റെ ശരിയും തെറ്റും പറയുന്നത് ഒട്ടും ശരിയല്ലെന്നും കോടതി പരിഗണിക്കുന്ന കാര്യത്തിൽ വിധി പറയാനാകില്ലെന്നും പറഞ്ഞു. സ്ത്രീക്കും പുരുഷനും തുല്യവേതനമെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശ ബാലിശമാണെന്നും വേതനം തീരുമാനിക്കുന്നത് നിർമ്മാതാവിന്റെ വിവേചനാധികാരമാണെന്നും പുരുഷന്മാരെക്കാൾ പ്രതിഫലം വാങ്ങുന്ന സ്ത്രീകൾ സിനിമയിലുണ്ടെന്നും
കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് വിശദമായ കത്ത് നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച ശേഷമാണ് കത്ത് നൽകിയതെന്ന് അസോസിയേഷൻ അറിയിച്ചു. സംസ്ഥാനത്തെ 5 ആശുപത്രികൾക്ക് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കണ്ണൂർ പാട്യം, എറണാകുളം വാഴക്കുളം, തൃശൂർ തളിക്കുളം, മലപ്പുറം ഇരവിമംഗലം എന്നീ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുനഃ അംഗീകാരവും കൊല്ലം ശക്തികുളങ്ങര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ അംഗീകാരവും ലഭിച്ചു. കോതമംഗലം സ്വദേശിനി യുവതിയുടെ ആരോപണങ്ങളിൽ ഡിജിപിക്ക് വിശദമായ പരാതി നൽകി നടൻ നിവിൻ പോളി. തനിക്കെതിരായ പരാതി വ്യാജമാണെന്നും ഗൂഢാലോചനയുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരണമെന്നുമാണ് ആവശ്യം. കേസിൽ ആരോപിക്കുന്ന കഴിഞ്ഞ ഡിസംബറിൽ കേരളത്തിലുണ്ടായിരുന്നുവെന്നും തെളിവായി പാസ്പോർട്ട് ഹാജരാക്കുമെന്നും നിവിൻ പറഞ്ഞു. ഇതിനിടെ നിവിന് പിന്തുണയുമായി നടി പാർവതി ആർ കൃഷ്ണയും രംഗത്തെത്തി. തിരുവനന്തപുരം ജില്ലയിലെ നേമം റെയിൽവേ സ്റ്റേഷന്റെ പേര് തിരുവനന്തപുരം സൌത്ത് എന്നും കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് എന്നും പേരുമാറ്റി സർക്കാർ വിജ്ഞാപനം പുറത്തിറങ്ങി. സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ പരിഗണിച്ചാണ് നടപടി. റെയിൽവേ ബോർഡിന്റെ ഉത്തരവ് കൂടി പുറത്തുവന്നാൽ ഔദ്യോഗികമായി പേരുമാറ്റം നിലവിൽ വരും. ചിമ്മിനി ഡാം സൈറ്റിലേക്കുള്ള പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം ഈ മാസം 13 മുതൽ. നിലവിലുള്ള ട്രക്കിംഗ്, സൈക്ലിംഗ്, കൊട്ടവഞ്ചി യാത്ര എന്നിവയോടൊപ്പം ചിമ്മിനി ഡാം സൈറ്റിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശനം നൽകാൻ തീരുമാനിച്ചു. ചിമ്മിനി ഡാം ടൂറിസം വികസനത്തിനായി ടൂറിസം കമ്മിറ്റി രൂപീകരിക്കും. ഹിന്ദുമത വികാരത്തെ വ്രണപ്പെടുത്തുമെന്ന കാരണം ചൂണ്ടിക്കാട്ടി തിരുനാവായ തവനൂർ പാലം നിർമ്മാണത്തിനെതിരെ മെട്രോമാൻ എ ശ്രീധരൻ ഹൈക്കോടതിയിൽ. നാളെ നിർമ്മാണം തുടങ്ങാനിരിക്കെ റീ അലൈൻമെന്റിനുള്ള സാധ്യതകൾ പരിഗണിക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ നടപടിയെ ചോദ്യം ചെയ്താണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തത്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങളുടെ മതപരമായ പവിത്രതയെ ബാധിക്കാതെ കേരള സർക്കാർ പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യമെന്ന് ഇ ശ്രീധരൻ. നിർദ്ദിഷ്ട പാലം തിരുനാവായിലെ മഹാവിഷ്ണു ക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വേർതിരിക്കുമെന്നും ഇത് ഹിന്ദുമത വിശുദ്ധിയെ ബാധിക്കുമെന്നും ഹിന്ദുഭക്തരുടെ മതവികാരം വ്രണപ്പെടുത്തുമെന്നും അദ്ദേഹം ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ 350 മുകളിൽ വിവാഹങ്ങൾ. ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ ഗുരുവായൂർ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവാഹം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പുലർച്ചെ 4 മണി മുതൽ കല്യാണങ്ങൾ നടത്തുമെന്നും താലികെട്ടിനായി 6 മണ്ഡപങ്ങൾ സജ്ജമാക്കുമെന്നും ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു. എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സംവരണ തത്വം പാലിക്കാതെ പട്ടിക ഇറക്കിയെന്ന വ്യാപക പരാതിയെ തുടർന്ന് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം 3ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക പിൻവലിച്ചു. വ്യാഴാഴ്ച ഇറക്കിയ പട്ടികയാണ് പിൻവലിച്ചത്. തീവ്രവാദത്തിന്റെ കേന്ദ്രമെന്നത് മാറ്റി കാശ്മീരിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്ന പ്രഖ്യാപനവുമായി കേന്ദ്രമന്ത്രി അമിത്ഷാ. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബിജെപിയുടെ പ്രകടന പത്രികയിലാണ് ഈ പ്രഖ്യാപനം. മത്സരിക്കാൻ സീറ്റ് ലഭിക്കാഞ്ഞതിനെ തുടർന്ന് പൊട്ടിക്കരഞ്ഞ ഹരിയാനയിലെ ബിജെപി MLA ശശി രഞ്ജൻ പർമർ. TV അഭിമുഖത്തിനിടെയാണ് ശശി രഞ്ജൻ പർമർ പൊട്ടിക്കരഞ്ഞത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് തന്റെ പേര് ഒഴിവാക്കിയതിനെക്കുറിച്ച് റിപ്പോർട്ടർ ചോദിച്ചപ്പോഴാണ് MLAയുടെ നിയന്ത്രണം വിട്ടത്. ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും കോൺഗ്രസിൽ ചേർന്നു. ദില്ലി AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ഇരുവരും കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. ഹരിയാന PCC അധ്യക്ഷൻ പവൻ ഖേരയോടൊപ്പമാണ് ഇരുവരും എത്തിയത്. ഹരിയാനയുടെ മക്കൾ തങ്ങളോടൊപ്പമുള്ളതിൽ അഭിമാനമെന്ന് ഹരിയാന PCC അധ്യക്ഷൻ പവൻ ഖേര പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇരുവരെയും കോൺഗ്രസിന്റെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട കോൺഗ്രസ് 31 പേരുടെ പട്ടികയാണ് പുറത്തിറക്കിയത്. ഇന്നലെ കോൺഗ്രസിൽ ചേർന്ന ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ജുലാന മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും. അതേസമയം കോൺഗ്രസിൽ അംഗത്വമെടുത്തതിന് പിന്നാലെ ബജ്രംഗ് പൂനിയയെ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനായി നിയമിച്ചു. ആഗ്ര അലിഗഡ് ദേശീയപാതയിൽ മീറ്റായിക്ക് സമീപം വാനും ബസും കൂട്ടിയിടിച്ച് 12 പേർ മരിച്ചു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഹത്രസിലെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ ആഗ്രയിലെ ഖണ്ഡൌലി ഗ്രാമത്തിലെ സെമ്ര സ്വദേശികളാണ് അപകടത്തിൽ മരിച്ചത്. കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കുന്നതിനുള്ള പ്രമേയത്തിന് ഹിമാചൽ പ്രദേശ് നിയമസഭയുടെ അംഗീകാരം. മരുന്ന് നിർമ്മാണത്തിനും മറ്റു വ്യാവസായിക ആവശ്യങ്ങൾക്കും വേണ്ടി കഞ്ചാവ് കൃഷി ചെയ്യാനുള്ള സാധ്യത ഊന്നിപ്പറയുന്ന പ്രമേയത്തിൽ കഞ്ചാവ് കൃഷി സംസ്ഥാനത്തിന് നല്ലൊരു സാമ്പത്തിക സ്രോതസ്സായി ഉപയോഗിക്കാനാവുമെന്നും വിശദീകരിക്കുന്നു. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് 6ാം സ്വർണം. പുരുഷന്മാരുടെ ഹൈജമ്പ് T64 വിഭാഗത്തിൽ പ്രവീൺ കുമാറാണ് ഇന്ത്യയ്ക്കായി 6ാം സ്വർണം നേടിയത്. ഇതോടെ പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 26 ആയി. 6 സ്വർണം, 9 വെള്ളി,
11 വെങ്കലവുമാണ് ഇന്ത്യയുടെ അക്കൌണ്ടിലുള്ളത്. നിലവിൽ 14ാം സ്ഥാനത്താണ് ഇന്ത്യ. പാരാലിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.